പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ആദർശ് ഡോക്ടറോട് ചോദിക്കുകയാണല്ലോ, അമ്മയ്ക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഞാനിപ്പോൾ എന്ന് പറയുകയും ചെയ്യാണ്. പിന്നീട് അനാമികേനെയും അമ്മേനെയൊക്കെയാണ് കാണിക്കുന്നത്. ഇടയ്ക്ക് ദേവയാനീനെയും കൂടെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവരിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞ സമയത്ത് അനാമികയും അമ്മയും അവിടെ ഇങ്ങനെ സോഫയിൽ ഇരിക്കുന്ന സമയത്ത് നവ്യ പുറത്തു പോയിട്ട് തിരിച്ചു വരികയാണ്. നവ്യയ്ക്ക് അവരെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. നവ്യ മുഖത്ത് നോക്കാതെ അങ്ങ് കയറി പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് അനാമികയുടെ അമ്മ അവിടെ നിന്നിട്ട് പറയാണ്, എല്ലാം ചെയ്ത് വെച്ചിട്ട് അവളിപ്പോൾ എവിടെയോ തെണ്ടി തിരിഞ്ഞ് വന്നിരിക്കുകയാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നവ്യ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ എന്താ വേണ്ടത്, നിങ്ങൾ എന്തിനാ എപ്പോഴും എന്നെ കാണുമ്പോൾ ഇങ്ങനെ ഓരോ കുത്തുവാക്ക് പറയുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. നവ്യ അങ്ങനെ പറയുമ്പോൾ അനാമികയ്ക്ക് ദേഷ്യം വന്നിട്ട് അനാമിക പറയുന്നുണ്ടായിരുന്നു, ചേച്ചി അനിയത്തിയും കൂടെ വല്യമ്മേനെ കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പൊ ഞങ്ങളുടെ പേരിലേക്ക് ആ കുറ്റം ഇടാൻ നോക്കുകയാണെന്ന് പറയുമ്പോൾ, നീ അങ്ങനെയൊന്നും പറയണ്ട, സത്യം എന്താന്ന് ഞാൻ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ട് നവ്യ പറയാണ്, അന്ന് പായസത്തിൽ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നയന എനിക്ക് തരാൻ വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലാണത് എന്ന് പറയൂട്ടോ. കാരണം എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നോക്കിയത് എന്ന് പറയുമ്പോൾ രേവതി ഭയങ്കര ദേഷ്യത്തിൽ തന്നെ നവ്യനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, വെറുതെ അനാവശ്യം പറയുന്നോടീന്. അത് കേൾക്കുമ്പോൾ നവ്യയ്ക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തല്ലണമെങ്കിലേ നിങ്ങൾ അഹങ്കാരം പിടിച്ച ഈ മോളുണ്ടല്ലോ, അവളുടെ കവിളത്തടിച്ചോ, എൻ്റെ നേരെ കൈയെടുക്കാൻ വരണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത് കേട്ടുകൊണ്ടാണ് മുത്തശ്ശനാണെങ്കിലും അവിടേക്ക് വരുന്നത്. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ഇതുവരെ തീർന്നില്ലേ ഈ വഴക്ക് എന്ന് പറയും. അനാമിക മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു, ഇത് ഇന്നൊന്നും തീരുന്നു തോന്നുന്നില്ല മുത്തശ്ശ, വല്യമ്മേനെ കൊല്ലാൻ നോക്കിയത് ഞങ്ങളാണെന്ന് പറഞ്ഞതിന്റെ പിന്നാലെ ഇപ്പോൾ ഇവളുടെ വയറ്റിലെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയത് ഞങ്ങളാണെന്നാണ് പറഞ്ഞു വരുന്നതെന്ന് പറയട്ടെ. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, മൂത്തവരെ അവളെ ഇവിടെ നിന്നൊന്നും വിളിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അനാമിക തിരിച്ച് മുത്തശ്ശനോട് പറയാണ്, ഞാൻ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ, ഇനിയും വിളിക്കും എന്ന് പറയാണ് കേട്ടോ. അപ്പൊ മുത്തശ്ശനും ആകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ പറയും, ഇത് ഈ കുട്ടിയുടെ കുഴപ്പമല്ല, ഇവളുടെ അച്ഛനമ്മമാരുടെ കുഴപ്പമാണെന്ന് പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ടായിരുന്നു, അതുപോലത്തെ സംസാരമാണ് ഇവള് സംസാരിക്കുന്നത് സാറേ എന്നിങ്ങനെ രേവതി പറയാണ് കേട്ടോ. പിന്നീട് അനാമിക പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ചെയ്യാത്ത കുറ്റം ഏൽക്കാൻ ഞങ്ങൾക്ക് എന്തായാലും പറ്റില്ല, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു നിമിഷം പോലും ഞാനിവിടെ നിൽക്കില്ല എന്ന് പറഞ്ഞ് രേവതിനെ വിളിക്കുകയാണ് കേട്ടോ അനാമിക. അമ്മ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അപ്പോൾ രേവതിക്ക് ചെറിയൊരു മടി ഉണ്ട് കേട്ടോ അവിടുന്ന് പോവാൻ. പിന്നെ അനാമികയാണെങ്കിലും അമ്മേനെ പിടിച്ച് വലിച്ചുകൊണ്ട് അവിടുന്ന് അങ്ങ് പോവാണ്. ആ സമയത്ത് മുത്തശ്ശി ഇങ്ങനെ മോളെ പോവരുത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ തടയുന്നുണ്ടായിരുന്നു. വേണ്ട വസുന്ധരെ, ഇവിടെ ശ്വാസം മുട്ടിയിട്ടല്ലേ അവൾ പോകുന്നവരെ അങ്ങ് പോവട്ടെ എന്ന് പറയാനുണ്ട്. ആരും ശ്വാസം മുട്ടി ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നും പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമിക അമ്മയും കുറച്ച് ഇങ്ങനെ നടന്നു പോന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ രേവതിയാണ് കേട്ടോ പറയുന്നത്, ആ കിളവന് ഷോക്കായി എന്നാ തോന്നുന്നതെന്ന് പറയും. അപ്പൊ അനാമിക പറയും, എന്നിട്ട് ആ കിളവൻ നമ്മളെ തിരിച്ചു വിളിച്ചോന്നുമില്ലല്ലോ, ഇനിയിപ്പോ ഷോക്കായെങ്കിൽ അയാൾ അങ്ങ് ചത്തു പോവട്ടെ, നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങ് പോവാണ് കേട്ടോ. പിന്നീട് നവ്യാണെങ്കിലും മുത്തശ്ശനോട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, എന്നിട്ടും എനിക്ക് ഇവിടെ നിൽക്കാനൊരു മനസ്സമാധാനം ഇല്ല എന്ന് പറയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ എൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ, കാരണം എൻ്റെ അച്ഛനും അമ്മയും അത്രയും കഷ്ടത്തിലാണ്, ഞാൻ അവിടേക്ക് ചെന്നോന്ന് വെച്ചിട്ട് അവരെന്നെ ഇറക്കി വിടുമൊന്നുമില്ല എന്ന് പറയാണ് കേട്ടോ. പക്ഷെ ഇപ്പൊ പോയവളുണ്ടല്ലോ, അവൾക്ക് ഇങ്ങനെ പണത്തിന്റെ അഹങ്കാരം കൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുന്നതും, അവൾക്ക് എപ്പോൾ വേണമെങ്കിലും അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യാലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ അഹങ്കാരം കാണിക്കാനുള്ള ലൈസൻസ് അല്ല സമ്പത്ത്, പണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെടാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, അഹങ്കാരം കുറച്ചില്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ടത് ഇന്ന് തന്നെ സംഭവിക്കും എന്നൊക്കെ പറയുകയും ചെയ്യാണ്. അപ്പം മുത്തശ്ശിക്കാണെങ്കിലും അനാമിക പോയാൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. പിന്നീട് വേണു ആണെങ്കിൽ വീടിന്റെ പുറത്തേക്ക് വരുന്ന സമയത്ത് അനാമികയും അമ്മയും കൂടെ അവിടേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ ചോദിക്കുകയാണ്, രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുമ്പോൾ രേവതി പറയുന്നുണ്ടായിരുന്നു, പോരാതെ പറ്റില്ലല്ലോ, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അവിടെ കുളം തോണ്ടിയില്ലേ എന്ന് പറയൂ കേട്ടോ. അത് കേൾക്കുമ്പോൾ വേണു ഇങ്ങനെ അവരോട് പറയുന്നുണ്ടായിരുന്നു, ഈ സമയത്ത് വീട് വിട്ട് പോകുന്നതൊക്കെ നല്ലതാണ്, അതൊക്കെ വേണം എന്നൊക്കെ ആണ് കേട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ ഞാനും ഇവളുടെ അമ്മായിയമ്മയും ഒക്കെ നയനയെ പ്രതിയാക്കാൻ നോക്കുന്ന സമയത്ത് നവ്യ എന്ന് പറയുന്നവൾ ഞങ്ങളെ പ്രതിയാക്കാനാണ് നോക്കുന്നത് എന്നൊക്കെ പറയാണ്. അപ്പോൾ അവൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ വേണുവിനോട്. അപ്പോൾ ഇതിപ്പോൾ ഒരു സംഭവം ഇപ്പം കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ 1-2 മാസം കൂടെ കഴിയട്ടെ എന്നിട്ട് നോക്കാം എന്ന് പറയാണ് കേട്ടോ. ഇനിയിപ്പോൾ ആ കുഞ്ഞും കൂടെ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ അവിടുത്തെ ഒരു അനന്തരാവകാശിയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അനാമിക. അപ്പോൾ അവൾ ആ മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവളുടെ കുഞ്ഞ് പോയേനെ. ഇതിപ്പോൾ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്ന വല്യമ്മയാണ് കിടപ്പിലായത്,
ഇങ്ങനെ വല്യമ്മ കിടപ്പിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ പിടി അഴിഞ്ഞു പോവും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ വേണുവിനോട്. അപ്പോൾ വേണു പറയും എന്തായാലും അവർ മരിക്കാനൊന്നും പോണില്ല, കുറച്ച് ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും എന്ന് പറയാണ്. അതുപോലെയുള്ള കാളകൂട വിഷമല്ലേ ഉള്ളിൽ ചെന്നിരിക്കുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. എന്തായാലും നമ്മൾ കൊടുത്ത വിഷമാണ് ഇപ്പോൾ ദേവേനിയുടെ ഉള്ളിൽ കിടക്കുന്നത്. ഇനി പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല എന്നൊക്കെ പറയാനുണ്ട്. ഈ അവസ്ഥയിൽ നമ്മൾ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു നിവൃത്തിയില്ല എന്ന് പറയാണ്. ക്രിമിനൽ കുറ്റം ചെയ്താൽ അതിനുള്ള ശിക്ഷ എന്തായാലും നമുക്ക് കിട്ടുമെന്ന് പറയാണ്. അത് മാത്രമല്ല അന്ന് മാല മോഷ്ടിച്ചത് നമ്മളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും ജയിലിൽ കിടക്കേണ്ടി വരില്ല എന്നൊക്കെ രേവതി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ശരിയാണെന്ന് അതുപോലെ തന്നെ വേണും പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അനാമികയോടാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു പലിശക്കാരന് കുറച്ചും കൂടെ പണം കൊടുക്കാനുണ്ട്, അതുകൊണ്ട് മോളുടെ പകുതി സ്വർണ്ണെങ്കിലും തരേണ്ടി വരും എന്ന് പറയുമ്പോൾ അനാമിക പറയുന്നുണ്ടായിരുന്നു അതിനുള്ള പണം ഞാൻ അവിടെ നിന്ന് തന്നെ കണ്ടെത്തിക്കോളാം, അച്ഛൻ വെറുതെ എൻ്റെ സ്വർണ്ണത്തിൽ കണ്ണ് വെക്കേണ്ട എന്ന് പറയൂ കേട്ടോ. അപ്പോൾ മോളെ ഇങ്ങനെ നന്ദികേട് കാണിക്കരുത്, നമ്മുടെ അവസ്ഥയൊക്കെ മോൾക്ക് അറിയാലോ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞാൻ കണ്ടെത്തി തരാമെന്ന് പറഞ്ഞിട്ട് അനാമിക അവിടുന്ന് പോവാണ്. അപ്പോൾ വേണു രേവതിനോട് പറയുന്നുണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ നമ്മുടെ മോളുടെ സ്വഭാവമൊക്കെ ആകെ മാറിപ്പോയല്ലോ എന്ന്. ആ സമയത്ത് രേവതി വേണുവിനോട് പറയുന്നുണ്ടായിരുന്നു അത് എല്ലാ പെൺകുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ്, അവർക്ക് കിട്ടിയ സ്വർണം തരാൻ അവർക്ക് ചെറിയൊരു മടി കാണും, എന്തായാലും നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നയത്തിൽ പറഞ്ഞ് അത് വാങ്ങിച്ചെടുക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കടക്കെണിയിലാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അവൾക്കും കൂടെ അതിൻ്റെ നാണക്കേടല്ലേ, അതെന്തായാലും അവൾ തന്നോളും എന്നും പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോവാണ് കേട്ടോ. പിന്നീട് നൈനേനെയാണ് കാണിക്കുന്നത്. നൈന ആകെ വിഷമിച്ചിരിക്കുകയാണ്. അനിയാണെങ്കിലും വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയാണ് കേട്ടോ. പഠിക്കാൻ പോയിരുന്ന സമയത്തൊക്കെ വീട്ടിലേക്ക് ഇങ്ങനെ അവധി ദിവസം വരുമ്പോൾ വീട്ടിലേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും, എന്നപ്പോൾ ആ വീട്ടിലിരിക്കാൻ ഒരു മനസ്സമാധാനം ഇല്ല എന്നൊക്കെയാണ് കേട്ടോ നൈനേനോട് ഇങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ അനന്തപുരിയിലേക്ക് ഇങ്ങനെ പുതിയ മരുമക്കൾ വന്നപ്പോൾ ആകെ പ്രശ്നമാണെന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ നൈന ചോദിക്കുന്നുണ്ടായിരുന്നു അനന്തപുരിയിലേക്ക് വന്ന മരുമക്കളൊക്കെ പ്രശ്നക്കാരാണല്ലേ എന്നിങ്ങനെ നൈന സങ്കടത്തോടു കൂടി ചോദിക്കുമ്പോൾ അങ്ങനെയല്ല, ഏട്ടത്തിനെ പോലെയാണ് മറ്റു രണ്ട് മരുമക്കളെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, ഇപ്പൊ നവ്യടുത്തേക്കും വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അനാമികയാണ് ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കുന്നത്, അവളുടെ അമ്മ എന്തിനാണാവോ അവിടെ വന്ന് നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. മോളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വന്ന് നിൽക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്, പക്ഷെ വീട്ടിലുള്ളവരുടെ സുരക്ഷയാണ് ഇപ്പോൾ പോയത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അനിയാണെങ്കിലും. പിന്നീട് ആദർശ് അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ദേവയാനിയുടെ ബ്ലഡ് ഒക്കെ മാറ്റണം എന്ന് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അപ്പൊ അത് എന്ത് പറ്റിയെന്ന് അനി ചോദിക്കുകയാണ്. അപ്പൊ പാലക്കൂടെയാണ് വിഷം ഉള്ളിൽ ചെന്നതെന്ന് അനീനോടും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നൈന പറയുന്നുണ്ടായിരുന്നു ഞാൻ ചേച്ചിക്ക് കുടിക്കാൻ വേണ്ടി കാച്ചി വെച്ചിരുന്ന പാലാണ് അമ്മ എടുത്തു കഴിച്ചത് എന്ന് പറയാണ് കേട്ടോ. അപ്പൊ വീട്ടിനുള്ളിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ഇത് പാരയിച്ചത് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയാണ് കേട്ടോ. അപ്പൊ എന്തായാലും പിന്നീട് അതുപോലെ തന്നെ ഇങ്ങനെ അനി പറയുന്നുണ്ടായിരുന്നു ഇത് പാകെ എല്ലാം പ്രശ്നമായല്ലോ, വീട്ടിനുള്ളിലുള്ളവരുടെ എല്ലാവരുടെ കാര്യം പ്രശ്നമാണല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരം വരുന്നത്. പിന്നീട് അതുപോലെ തന്നെ അനീനോട് പറയുന്നുണ്ടായിരുന്നു പിന്നെ മുത്തശ്ശൻ പെട്ടെന്നൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ അവിടുന്ന് വന്നേയല്ലേ ഉള്ളൂ ഏട്ടാ, പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അതൊന്നും പറഞ്ഞില്ല, നിന്നെ ഒന്ന് ഉടനെ കാണണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവാണ് കേട്ടോ. വീട്ടിലേക്ക് പോകാനും തോന്നില്ല, ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല, എന്നും കുറ്റപ്പെടുത്താനായിട്ട് ഒരു ഭാര്യ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. അതും കൂടെ കേൾക്കുമ്പോൾ ആദർശിനാകെ വിഷമാവുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അവരുടെ ബന്ധം പിരിയാതെ നോക്കണം, എല്ലാം ശരിയാവുമായിരിക്കുമല്ലേ എന്നിങ്ങനെ നൈനയോട് ചോദിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാമെന്ന് നൈന പറയാണ് കേട്ടോ. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോൾ അനിയുടെ കാര്യം തന്നെയാണ് കേട്ടോ അവർ സംസാരിക്കുന്നത്. അപ്പോൾ വീട്ടിലിങ്ങനെ കൊച്ചുമക്കളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഒരു മനസ്സമാധാനവും ഇല്ലല്ലോ എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നൈനയ്ക്ക് തെറ്റുപറ്റിയ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ആദർശിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ കല്യാണത്തിന്റെ തലേ ദിവസമല്ലേ എനിക്ക് നന്ദുവായിട്ടുള്ള ഇഷ്ടം അറിഞ്ഞത്, പക്ഷെ നൈനയ്ക്ക് തെറ്റുപറ്റി എന്നൊക്കെ പറയാണ് കേട്ടോ. നന്ദു ആണ് ഈ വീട്ടിലേക്ക് വന്നതെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നു എന്ന് മുത്തശ്ശനും ഇങ്ങനെ മുത്തശ്ശീനോട് പറയാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും അനിയനോട് ഇങ്ങനെ അനാമിക മോളെ തിരിച്ച് വിളിച്ചു കൊണ്ടുവരാൻ പറയണം എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശനാണെങ്കിലും അവൾ സ്വന്തമായിട്ട് ഇറങ്ങി പോയതല്ലേ എന്ന് പറയാണ് കേട്ടോ. അപ്പം എന്തായാലും അവളെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നൊക്കെയാണ് കേട്ടോ മുത്തശ്ശി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുത്തശ്ശനാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിലേക്ക് കയറി വന്ന കൊച്ചുമക്കളുടെ ഭാര്യമാരിൽ നമുക്ക് ഈ വീടിന് യോജിച്ച മരുമകൾ നൈനമോള് തന്നെയാണ്. ഇങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ ഇപ്പോൾ നവ്യയുടെ സ്വഭാവത്തിന് ചെറിയ മാറ്റമൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ അന്ന് നവ്യ വന്ന സമയത്ത് അഭിക്ക് ചേർന്ന പെണ്ണാണ് നവ്യ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയും ചെയ്യാണ്. പക്ഷെ അനിയുടെ കാര്യത്തിലാണ് നമുക്ക് തെറ്റ് പറ്റിയതെന്നും കൂടെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അനി അവിടേക്ക് വരികയാണ് കേട്ടോ. എന്താ മുത്തശ്ശ കാണണം എന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ഒന്നുമല്ല, ദേവയാനിയുടെ
കാര്യം പറഞ്ഞ് ഇവിടെ അനാമികയും നവ്യയും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. അനാമിക മോള് ഇങ്ങനെ അവളുടെ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്കതിൽ വലിയ അത്ഭുതമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചത് തന്നെയാണെന്ന് പറയുമ്പോൾ അവർക്ക് അതൊരു ഷോക്കാവും കേട്ടോ. അപ്പോൾ എന്താ മോനെ പറഞ്ഞത്, നീ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കേടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അത് പിന്നെ മുത്തശ്ശ അവൾ ഒറ്റ മോളായതുകൊണ്ട് അവളുടെ അച്ഛനും അമ്മയും അവളെ ലാളിച്ചും കൊഞ്ചിച്ചും ഒക്കെ വഷളാക്കി വെച്ചിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഉണ്ട് എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല, ഞാനിത് പ്രതീക്ഷിച്ചതാണെന്ന് പറയുമ്പോൾ എന്തായാലും മോളെ പോയി നീ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ച് വിളിച്ചു കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, മോൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ അവൾ ഇറങ്ങിപ്പോയത്, അവളുടെ അച്ഛനും അമ്മയൊക്കെ സംസാരിച്ചിട്ട് തിരിച്ചു വരട്ടെ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു അവൾ തിരിച്ചു വന്നില്ലെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ അനി പറയാണ്, തിരിച്ചു വന്നില്ലെങ്കിൽ അത്രയും സമാധാനം എന്ന് പറയൂട്ടോ. അപ്പോൾ അങ്ങനെ അർത്ഥം മുറിച്ചൊന്നും പറയണ്ട മോനെ എന്ന് പറയുന്നുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞാൽ നാരി പൂജ ചെയ്യണം എന്നാണ്, ഭാര്യയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നൊക്കെ അനിയനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ജ്വല്ലറിയിൽ സ്റ്റാഫ് പോലും ഇങ്ങനെ കുടുംബത്തിൽ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോൾ എൻ്റെ അടുക്കൽ വന്നാണ് സംസാരിക്കാറുള്ളത്. അപ്പം ഞാനാണത് സോൾവ് ചെയ്ത് കൊടുക്കാറുള്ളത്. പക്ഷേ നമ്മുടെ കുടുംബത്തിലൊരു പ്രശ്നം വന്നപ്പോൾ മുത്തശ്ശനാകെ തളർന്നു പോവാണ് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സ്വന്തം കാര്യം വരുമ്പോഴാണ് പലരും ഇങ്ങനെ പരതുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ ഭയങ്കര സങ്കടത്തോടു കൂടി. ഇപ്പോൾ നിങ്ങളൊക്കെ ആണെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ അച്ഛനമ്മമാരെ എത്രയും കൂടുതൽ പേടിച്ചിട്ടില്ല. കുട്ടിക്കാലത്തൊന്നും മുത്തശ്ശൻ എന്നുള്ള 3 അക്ഷരം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ ഭയങ്കര ബഹുമാനം പേടിയൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം മുത്തശ്ശൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ മറ്റുള്ളവർക്ക് അനുസരിക്കാനുള്ള ഓരോ മടിയൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ചും ദേവയാനിയൊന്നും അങ്ങനെ അനുസരിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. മരുമക്കളാണെങ്കിലും ഇപ്പം ഇങ്ങനെ സ്വയം ഇങ്ങനെ വാല് പൊക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ, മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അങ്ങ് പോവാനായി എന്നല്ലേ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമാവുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അനിയാണെങ്കിലും ഇങ്ങനെ എന്താ മുത്തശ്ശി അങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം മുത്തശ്ശൻ ഓരോ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. പിന്നീട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം മറന്നുപോയി, എങ്ങനെയുണ്ട് ദേവയാനിക്ക് എന്ന് ഇങ്ങനെ അനിയനോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അനി ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ടാണ് ഇങ്ങനെ മറുപടി പറയുന്നത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ എന്ന് പറയും. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും അങ്ങനെ പറയണമെന്ന് ആരാ പറഞ്ഞത്, ആദർശോ ജയനോ പറഞ്ഞോ എന്ന് ഇങ്ങനെ ചോദിക്കും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശൻ, ഞാൻ ഇടയ്ക്ക് ഡോക്ടറെ വിളിച്ചിരുന്നു, ഡോക്ടർ പറഞ്ഞത് സീരിയസ് ആണെന്നാണ്, ഇങ്ങനെ പാലിലൂടെയാണ് വിഷം ഉള്ളിൽ ചെന്നതെന്ന് പറഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പം എന്തായാലും ഇങ്ങനെ വീട്ടിനുള്ളിൽ പോലീസിനെ കയറ്റാൻ പറ്റില്ല, അതിങ്ങനെ ഭയങ്കര മോശമാവും എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അത് അല്ലാതെ തന്നെ പ്രതികളെ കണ്ടുപിടിക്കണം എന്നും പറയാണ്. ആ സമയത്ത് അനി പറയുന്നുണ്ടായിരുന്നു, നയനേട്ടത്തിന് പ്രതിയാക്കാൻ നോക്കിയാൽ അത് സമ്മതിച്ചു കൊടുക്കരുത് മുത്തശ്ശ, ഏട്ടത്തി അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയാൻ കേട്ടോ. ഇപ്പോൾ പോയ എൻ്റെ ഭാര്യയെ അതുപോലെ തന്നെ അവളുടെ അമ്മയും അല്ലെങ്കിൽ പിന്നെ അപ്പച്ചി അബിയായിരിക്കും അത് ചെയ്തത്, നയനേട്ടത്തി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറയാണ്. അതുകൊണ്ട് അങ്ങനെ ഏട്ടത്തിനെ പ്രതിയാക്കാൻ നോക്കിയാൽ അത് സമ്മതിച്ചു കൊടുക്കരുത് എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ അനി പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ അവർക്കൊക്കെ കൂട്ടായിട്ട് ഒരാളും കൂടെ കൂടിയിട്ടുണ്ടല്ലോ എൻ്റെ അമ്മ എന്നും കൂടെ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് പോവാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശിക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. പിന്നീട് ആദർശിനെ ഡോക്ടറെ വിളിപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർ ഇങ്ങനെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു, കാര്യങ്ങളൊക്കെ ആകെ കുഴയാണല്ലോ, ഇതിപ്പോൾ റയറായിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പാണ് ദേവയാനിയുടെ. ആദ്യം നോക്കിയപ്പോൾ ഇങ്ങനെ ബി നെഗറ്റീവ് ആണെന്നാണ് കരുതിയത്, പിന്നെ നോക്കിയപ്പോഴാണ് എ ബി നെഗറ്റീവ് ആണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആ ബ്ലഡ് ഗ്രൂപ്പിലുള്ള ആരെങ്കിലും പെട്ടെന്ന് തന്നെ സംഘടിപ്പിക്കണം, ഇവിടെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഇല്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഇടയ്ക്ക് ഉണ്ടായപ്പോൾ ഇങ്ങനെ എ ബി നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് കിട്ടാൻ ഭയങ്കര പണിയായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ സന്നദ്ധ സംഘടനകളെ മറ്റേതെങ്കിലും ഗ്രൂപ്പുകളെയൊക്കെ ആശ്രയിക്കേണ്ടി വരും, സഹായം ചോദിക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അതൊക്കെ നോക്കിയല്ലേ പറ്റുള്ളൂ. പിന്നീട് ഡോക്ടർ ചോദിക്കുന്നുണ്ടായിരുന്നു, ആദർശിൻ്റെ അച്ഛനെ ഇവിടെ ഇല്ലയെന്ന് ചോദിക്കും. അച്ഛൻ ഇവിടെ പുറത്ത് തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്നാൽ അദ്ദേഹത്തിനും കൂടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിച്ചേക്കെന്ന് പറയാണ് കേട്ടോ. അതിനുശേഷം ദേവയാനീനെയും കൂടെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.